മുസ്ലിം യുവാക്കളെ പഞ്ചറൊട്ടിക്കുന്നവർ എന്നായിരുന്നു അടുത്തിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. എന്നാൽ മോദി ഇതാദ്യമായല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നതാണ് വസ്തുത. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുക, അവരുടെ കുടുംബഘടനയെ പരിഹസിക്കുക, മുസ്ലിങ്ങൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെന്ന് അധിക്ഷേപിക്കുക, ഇങ്ങനെ നീളുന്നുണ്ട് മോദിയുടെ കുപ്രസിദ്ധമായ ഇസ്ലാമോഫോബിക് പരാമർശങ്ങൾ. മുസ്ലിം സമുദായം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും ഹിന്ദുക്കൾക്ക് ഭീഷണിയാണെന്നും ഒക്കെയുള്ള ഡോഗ് വിസിലിംഗും പലതവണ നടത്തിയ വ്യക്തിയാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 173 പ്രസംഗങ്ങളിൽ 110 എണ്ണത്തിലെങ്കിലും മോദി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ നിരന്തരം നടത്തിയ വിദ്വേഷ പരാമർശങ്ങളാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തു പകർന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. മോദിയുടെ പ്രസംഗങ്ങളിൽ മുസ്ലിം വിരുദ്ധത നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായിട്ടുണ്ട്. 2002 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മോദി ഹം 5 ഹമാരെ 25, അതായത് ഞങ്ങൾ 5 ഞങ്ങൾക്ക് 25 എന്നൊരു പരാമർശം നടത്തിയത് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വമുണ്ടെന്നും അവർക്ക് നിരവധി മക്കളുണ്ടെന്നുമുള്ള പരിഹാസമായിരുന്നു അതിലൂടെ അന്ന് മോദി നടത്തിയത്. കുപ്രസിദ്ധമായ 2002 ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം കലാപബാധിതരായ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളെ മോദി വിശേഷിപ്പിച്ചത് ശിശു ഉൽപാദന കേന്ദ്രങ്ങൾ, ശിശു ഫാക്ടറികൾ എന്നിങ്ങനെയായിരുന്നു. നമ്മൾ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തുറക്കണോ എന്നായിരുന്നു അന്നത്തെ മോദിയുടെ ചോദ്യം. പിന്നീട് 2013 ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരെ സമീകരിച്ചത് ടയറിനടിയിൽപ്പെടുന്ന നായകളുമായിട്ടായിരുന്നു. BJP അധികാരത്തിലേറിയ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളകളിലും മോദി തന്റെ ഇസ്ലാമോഫോബിക് പ്രയോഗങ്ങൾ ആവർത്തിച്ചിരുന്നു. കോൺഗ്രസ് സർക്കാർ പിങ്ക് വിപ്ലവം പ്രോത്സാഹിപ്പിക്കുകയാണെന്നായിരുന്നു 2014 ഏപ്രിൽ 2 ബീഹാറിലെ നവാഡയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ആരോപിച്ചത്. മാംസ വ്യവസായം, പ്രത്യേകിച്ച് ഗോമാംസ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നടപടിയാണെന്നുമായിരുന്നു മോദി അന്ന് നൽകിയ സൂചന. ഡൽഹിയിലെ സർക്കാർ കശാപ്പ് നടത്തുന്നവർക്ക് സബ്സിഡികൾ നൽകുന്നു എന്നായിരുന്നു മോദിയുടെ പ്രസംഗം. പിങ്ക് വിപ്ലവത്തിന്റെ പ്രയോജനം ആർക്കാണ്, സബ്സിഡി ലഭിക്കുന്നത് ആർക്കാണ് എന്നും മോദി അന്ന് ചോദിച്ചിരുന്നു. പ്രധാനമന്ത്രി ആയതിനു ശേഷവും മോദി തന്റെ പതിവ് തുടർന്നിരുന്നു. അതിന്റെ സമീപകാല ഉദാഹരണമാണ് നേരത്തെ സൂചിപ്പിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളകൾ. 2024 ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ മോദി മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നായിരുന്നു അധിക്ഷേപിച്ചത്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ എന്നായിരുന്നു മോദിയുടെ അന്നത്തെ ചോദ്യം. കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് സമ്പത്ത് പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും വിതരണം ചെയ്യാൻ പദ്ധതിയിടുന്നുവെന്നായിരുന്നു മോദിയുടെ ആരോപണം. അതേ പ്രസംഗത്തിൽ കോൺഗ്രസ് അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നുവരെ മോദി ആരോപിച്ചിരുന്നു. 2024 മെയ്യിൽ ഗുജറാത്തിൽ നടന്ന പൊതുയോഗത്തിൽ വോട്ട് ജിഹാദ് എന്ന പരാമർശവും മോദി നടത്തിയിരുന്നു. കോൺഗ്രസിലുള്ളവർ വോട്ട് ജിഹാദ് ആവശ്യപ്പെടുകയാണെന്നും, അതായത് ഒരു പ്രത്യേക മതത്തിലെ ആളുകളോട് മോദിക്കെതിരെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നായിരുന്നു മോദിയുടെ അന്നത്തെ ആരോപണം. ഇപ്പറഞ്ഞതെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻപ് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ ചിലതു മാത്രമാണ്. BJPയും അവരുടെ IT സെല്ലും നിരന്തരം പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിദ്വേഷവും ന്യൂനപക്ഷ വിരോധവും പട്ടികപ്പെടുത്താൻ പോലും സാധിക്കാത്ത അത്രയുണ്ട്. ഇന്ത്യ ഹേറ്റ് ലാബ് എന്ന സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മുൻ വർഷത്തെ അപേക്ഷിച്ച് 2024 ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങളുടെ എണ്ണം 74% വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷമുണ്ടായതിൽ 80% BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു എന്നതും പ്രത്യേകം എടുത്തു കാണേണ്ട വസ്തുതയാണ്.